ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് സ്കൂൾ തല ക്വിസ് മത്സരങ്ങൾ നടത്താറുണ്ട്. അതിൽ ഒന്നാമനാവണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരം പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം: ഭൂമിയുടെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ചൊവ്വ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിതയാര്? പെഗ്ഗി വിൽസൺ ആണ്. ബഹിരാകാശത്തെത്തിയ ഏറ്റവും പ്രായം കൂടിയ വനിത പെഗ്ഗി വിൽസൺ. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കൽപ്പന ചൗളയാണ്. നെക്സ്റ്റ്: ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ചാന്ദിപ്പൂർ, ഒഡീഷയാണ്. ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനം അപ്പോളോ 11. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം വ്യാഴം. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ വിക്ഷേപിച്ച വാഹനം GSLV മാർക്ക് 3 ആണ്. ജൂലൈ 22 2019 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് കേട്ടോ. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യമാണ് ചൈന. ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജ സരിഷ ബാൻഡ്ല. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ്? ഏപ്രിൽ 12. ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനൗഷെ അൻസാരിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഇറാനിലാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. നെക്സ്റ്റ്: ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ടിയാൻ ഗോങ് 1 ആണ് കേട്ടോ. ചന്ദ്രയാൻ 2 റോവറിൻ്റെ പേര് പ്രഗ്യാൻ. ഇത് കുറച്ചും കൂടി കറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചന്ദ്രയാൻ 2 റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ. ISROയുടെ ആദ്യത്തെ മലയാളി ചെയർമാൻ ആരാണ്? MGK മേനോൻ. നിലവിൽ 2022 ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ S സോമനാഥ്. അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ വെച്ചാണ്? കെന്നഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡ. USA കെന്നഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡ കേട്ടോ. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏത്? നെപ്റ്റ്യൂൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: രോഹിണി എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ട. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം 3,84,401 കിലോമീറ്റർ. ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹമായ ഭാസ്കരയ്ക്ക് എത്ര മുഖങ്ങളുണ്ട്? 26. അപ്പം ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹം ചോദിച്ചാൽ എന്താണ്? ഭാസ്കരയാണ്. അതിന് എത്ര മുഖങ്ങളുണ്ട്? 26. ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കെപ്ലറാണ്. ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് കെപ്ലറാണ്. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? അതും കെപ്ലറാണ്. ചന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ്? ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയാണ് കേട്ടോ. ഓക്കെ. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ലബനിഡ്സ്. ഓക്കെ. ബ്രിട്ടന്റെ പ്രഥമ ചാന്ദ്ര ദൗത്യം അറിയപ്പെടുന്നത് മൂൺലൈറ്റ്. മൂൺലൈറ്റ് എന്നാണ്. അപ്പോളോ 11 നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി മൈക്കിൾ കോളിൻസ്. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം ഏതാണ്? മൂൺ മിനറോളജി മാപ്പറാണ്. ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി സന്തോഷ് ജോർജ് കുളങ്ങര.
ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്യഭടനാണ്. ചന്ദ്രനിൽ ഇറങ്ങാൻ ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ ദൗത്യം ചന്ദ്രയാൻ 2 ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം കൽപ്പന 1. കൽപ്പന 1ന്റെ പേരിൽ പുനർനാമകരണം ചെയ്ത ഉപഗ്രഹം മെറ്റ്സാറ്റ്. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 1. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ് ആണ് കേട്ടോ. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിലെത്തിയ ആദ്യ പേടകം അപ്പോളോ 11 ആണ്. 1969 ജൂലൈ 21 ആണ്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂലൈ 21 ചാന്ദ്രദിനമായി നാം ആചരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? എക്കോ ആണ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി എന്നറിയപ്പെടുന്നു. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? 13 തവണ കേട്ടോ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ആന്ധ്രാപ്രദേശിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം PSLV C-11 ആണ്. സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാണ്? സിറിയസ് ആണ്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം എന്നാണ്. ആദ്യമായി ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ്ങും അത് കഴിഞ്ഞ് എഡ്വിൻ ആൽഡ്രിനുമാണ് കേട്ടോ. പ്രശാന്തിയുടെ സമുദ്രം എന്നാണ് ഇവർ ഇറങ്ങിയ സ്ഥലത്തെ അറിയപ്പെടുന്നത്. ISROയുടെ ആദ്യ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വിക്രം സാരാഭായ് ആണ്. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധനും ശുക്രനുമാണ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ സ്പുട്നിക് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ചോദിച്ചാൽ സ്പുട്നിക് 1 ആണ് കേട്ടോ. വിക്ഷേപിച്ച രാജ്യം റഷ്യയാണ്. ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ്? റേഡിയോ സന്ദേശങ്ങൾ വഴിയാണ് കേട്ടോ. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയത് എഡ്വിൻ ആൽഡ്രിൻ ആണ്. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. ചന്ദ്രനിലേക്ക് ചാന്ദ്ര പര്യവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യമാണ് റഷ്യ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ടൈറ്റൻ ആണ്. ശനിയുടെ ഉപഗ്രഹമാണ് കേട്ടോ ടൈറ്റൻ. ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് യൂറി ഗഗാറിനെയാണ്. യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത് 1961 ആണ് കേട്ടോ. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കാലാവസ്ഥാ ഉപഗ്രഹം മെഗാട്രോപിക്സ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? തുമ്പയാണ്. 1993 ഏപ്രിൽ 3 ഇന്ത്യ ഇൻസാറ്റ് E എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ഫ്രഞ്ച് ഗയാന. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? നൈക്ക് അപ്പാച്ചെ. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏതാണ്? ഹിജറ കലണ്ടർ. ലൂണ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ലൂണ എന്ന പദത്തിന്റെ അർത്ഥം ചന്ദ്രൻ എന്നാണ്. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ആദ്യ ഇന്ത്യ ഫ്രഞ്ച് സംരംഭം സരൾ. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 8.2 മിനിറ്റ് കേട്ടോ. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. ലൂണ എന്ന പേരിൽ പര്യവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യം റഷ്യ. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി അനുഷ അൻസാരി. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറിന്റെ പേര് അപ്സര. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എജ്യൂസാറ്റ്. വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽ നക്ഷത്രം ഷൂമാക്കർ ലെവി 9 ആണ്. ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1 1957 അത് റഷ്യയുടേതായിരുന്നു കേട്ടോ. ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോപ്പർനിക്കസ്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത് യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? 108 മിനിറ്റ് കൊണ്ട് കേട്ടോ. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏത്?
ഒളിമ്പസ് മോൺസ്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആര്? വാലന്റീന തെരഷ്കോവ. ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യ ബഹിരാകാശ പേടകമാണ് ചന്ദ്രയാൻ. ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 12 വർഷം. ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകം ഏതാണ്? സിലിക്കൺ ആണ്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ്. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് AB വാജ്പേയി ആണ്. അപ്പോളോ 11 വഹിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്ക് ഉയർന്ന റോക്കറ്റിൻ്റെ പേര് സാറ്റേൺ 5 എന്നാണ് കേട്ടോ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ്. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം? ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിലെ മണ്ണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റിഗോലിത്ത്. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യമാണ് ചൈന. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം ഏപ്രിൽ 12.